ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഐസ് പൂനെ 2024 സമ്മർ സ്റ്റുഡൻറ്റ് പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് സബ്ജക്ട്സ് വരുന്ന ബയോളജി, കെമിസ്ട്രി, ഡാറ്റ സയൻസ്, എർത്ത് ആൻഡ് ക്ലൈമറ്റ് സയൻസ്, മാത്തമാറ്റിക്സ്, ഹ്യൂമാനിറ്റീസ്, ഫിസിക്സ് ആൻഡ് എർത്ത് സയൻസ് വിത്ത് എ സ്ട്രോങ് ഫോക്കസ് ഓൺ ഇന്റർഡിസിപ്ലിനറി റിസർച്ച്. ഈ ഒരു പ്രോഗ്രാം എന്താണ്, അവിടെ പൂനെ ഐസറിലുള്ള ഇൻറ്റഗ്രേറ്റഡ് PhD അതുപോലെ തന്നെ അവിടുത്തെ PhD പ്രോഗ്രാമിനൊക്കെ എന്താണ് നിങ്ങൾക്ക് അതിൻ്റെ സ്യൂട്ടബിലിറ്റി, ആ ഒരു പ്രോഗ്രാംസിൻ്റെ സ്യൂട്ടബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇവാലുവേറ്റ് ചെയ്യാനും ഈ ഒരു അവസരം ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്താ പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാതെ, അതായത് ഐസ് പൂനെയിൽ അല്ലാത്ത സ്റ്റുഡൻസിനാണ്. അതുപോലെ തന്നെ സമ്മർ ഫെലോ ആയിട്ട് ഓൾറെഡി സെലക്ട് ആയിട്ടുള്ള ആളുകൾക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രാംസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് IAC ആൻഡ് അതുപോലെ തന്നെ JNCASR എന്ന് പറയുന്ന. പിന്നെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, സ്റ്റുഡൻസ് കറൻ്റ്ലി എന്തായിരിക്കണം, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ അല്ലെങ്കിൽ ഫോർത്ത് ഇയർ ഓഫ് BSc ഓർ BTech ഓർ BE ഓർ ഇക്വാലൻ്റ്, അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ ഓഫ് MSc ഓർ MTech ഇക്വാലൻ്റ്. അപ്പോൾ എന്താണ് സെക്കൻഡ് ഇയർ മുതൽ ഉള്ള BSc BTech BE പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ മുതലുള്ള MSc MTech കുട്ടികൾക്കും അപേക്ഷ സമർപ്പിക്കാം. ദെൻ മിനിമം 60% റിക്വയർമെൻറ്റ് ഇൻ ഓവറോൾ ഗ്രേഡ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ള പ്രോജക്ട്സ് ഒക്കെ ബ്രൗസ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ളതും അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പ്രോജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മാത്രം സെലക്ട് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കൂടുതൽ ഇൻഫർമേഷൻസിന് നിങ്ങൾക്ക് ഒരു ഫാക്കൽറ്റിക്ക് മെയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് 2 പ്രോജക്റ്റിന് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി ഡ്യൂറേഷൻ പറയുന്നത് 4 മുതൽ 8 ആഴ്ച വരെയാണ്. ജൂൺ 1 മുതൽ ജൂലൈ 21 വരെയാണ് ഒരു പീരീഡ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഹോസ്റ്റലിൽ റൂം അവൈലബിൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്, ഫ്രീ ആണെന്ന് പറയുന്നുണ്ട്. ദെൻ നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൺവേ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെലക്ഷൻ്റെ റിസൾട്ട് May 31 നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ രജിസ്ട്രേഷന് ശേഷം എന്താണ് മെയിലോ അതുപോലെ തന്നെ ഫോൺ മുഖേനയോ നിങ്ങൾ ആ ഒരു ഫാക്കൽറ്റിയെ എന്താണ് കോൺടാക്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് മോഡിഫിക്കേഷന് പകരം എന്താണ് രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് എൻട്രി, അതായത് ലാസ്റ്റ് എൻട്രി ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇനി രജിസ്ട്രേഷൻ എന്താണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് February 27. അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവായി എന്ന് കരുതുന്നു. ഇത്തരം ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.